ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് നിർമ്മിച്ചതും ഉദ്ഘാടനം ചെയ്തതുമൊക്കെ മേയറായിരിക്കുന്ന സമയത്ത് തന്നെയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ജനാധിപത്യപരമായി LDF കൗൺസിലർമാർക്ക് മാത്രമല്ല ഓഫീസ് അനുവദിച്ചത്, BJPയുടെയും കോൺഗ്രസിന്റെയും മറ്റ് കക്ഷികളുടെയും കൗൺസിലർമാർക്ക് ഓഫീസ് അനുവദിച്ചിട്ടുണ്ട്. ആ സൗകര്യമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഓഫീസ് അനുവദിക്കുക മാത്രമല്ല, അവിടെ ഫർണിച്ചർ, കമ്പ്യൂട്ടർ, കസേരകൾ, മറ്റ് സംവിധാനങ്ങൾ ഇതെല്ലാം നഗരസഭ കൊടുക്കുകയാണ്. പക്ഷെ എല്ലാ സൗകര്യം ഉണ്ടോ? കൺവീനിയൻസ്, ഓൾ കൺവീനിയൻസ്, കക്കൂസ്, ലൈറ്റ്, പൈപ്പ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മറ്റ് സംവിധാനങ്ങൾ ഇതെല്ലാം നഗരസഭ കൊടുക്കുകയാണ്. ഇതാണ് നിന്റെ മുറി. അയ്യോ, ഇതൊക്കെ എന്താ? ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ. ദേ, ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നു. ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടാവോ? അതെ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഒന്നും ഉണ്ടായിട്ടല്ല. ആ സൗകര്യമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഓഫീസ് അനുവദിക്കുക മാത്രമല്ല, അവിടെ ഫർണിച്ചർ, കമ്പ്യൂട്ടർ, കസേരകൾ, മറ്റ് സംവിധാനങ്ങൾ ഇതെല്ലാം നഗരസഭ കൊടുക്കുകയാണ്. അപ്പോൾ ഈ നിലയിൽ ആണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അപ്പോൾ ജനാധിപത്യപരമായി ഞങ്ങൾ കണ്ടതുപോലെയല്ല ഇപ്പോൾ വരുന്നവർ കാണുന്നത് എന്നുള്ളതാണ് ഈ ഫോൺ വിളിയിലൂടെ അയ്യന്റെ മോനെ. നിങ്ങളെല്ലാവരും കണക്കാ. അതെ, ഞങ്ങൾ എല്ലാവരും ഒരു കണക്കാണ്. ഒരു സാമാന്യമായി സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ആവശ്യം വന്നാലും വിളിക്കാൻ മടിക്കുമല്ലോ. MLA യോടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ MLA യോട് വിളിച്ച് കൗൺസിലർ ഓഫീസ് ഒഴിയാൻ പറയുന്നത് ശരിയല്ല എന്നുള്ളൊരു സാമാന്യ ചിന്ത വരേണ്ടതാണ്. ഇങ്ങനെ MLA യോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ട് BJP നേതൃത്വവുമായി സംസാരിച്ചിരുന്നോ? എന്തിനാ? ഞാൻ MLA വളരെ അടുത്ത സുഹൃത്താണ്, എന്റെ അനിയനെ പോലെ കാണുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ആരോടും സംസാരിച്ചിട്ടല്ല, ഞാൻ MLA യോട് അഭ്യർത്ഥിക്കുക ചെയ്തത്. ഈ ഒരു സാഹചര്യത്തില് ദേവിയേതൊന്ന് പരിഗണിക്കാമോ? ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, ഇറ്റ് ഇസ് മൈ റിക്വസ്റ്റ്, ഇറ്റ് ഇസ് മൈ റിക്വസ്റ്റ് എന്ന് 3 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹമാണ് കട്ട് ചെയ്തത്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. പ്രതിനിധിയാണ് MLA. ഒരു ചെറിയ വാർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന അവര് ഇന്നലെ വന്ന അവര് മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ MLA ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ? എന്താ വിചാരിച്ചേ? നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. അതുപോലെ അവർ പറയുന്നത് അവരുടെ അലമാരി എല്ലാം വെച്ചേക്കുന്നത് ടോയ്ലറ്റിന്റെ അകത്താണെന്നുള്ള. ഇപ്പൊ ഞങ്ങളും പോയി കണ്ടു, ടോയ്ലറ്റിന്റെ അകത്ത്. അപ്പൊ അത്രയും പോലും സ്ഥലപരിധി ഇല്ലെന്നാണ് മുൻ കൗൺസിലർ ഉൾപ്പെടെ പറയുന്നത്. അല്ല, അവര് അലമാര കൊണ്ട് ഒന്ന് ടോയ്ലറ്റ് വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അതിലെന്തെങ്കിലും പരിഹാരം അലമാര വേണമെങ്കിൽ എന്റെ ആളിനെ വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ച് കൊടുക്കാം. ഇല്ല, സ്ഥലമില്ലാത്തത് കൊണ്ടാന്നാ പറയുന്നത്. സ്ഥലമില്ലാത്തത് കൊണ്ടാന്നാ പറയുന്നത്. അല്ല, അത് എനിക്ക് അതിന് മറുപടി ഇല്ല. കാരണം അദ്ദേഹം പൂർണ്ണമായിട്ടും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുക. അതിനപ്പുറത്തേക്കുള്ള എന്ത് ജോലിയാണ് ഒരു വാർഡ് കൗൺസിലർ ആയിരിക്കുന്ന ആൾക്ക് ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? മതി നിർത്തുന്നതിന്റെ ഷോ. എനിക്ക് യാതൊരു നിരാശയും ഇല്ല. പാർട്ടി നേതൃത്വം ഒരു തീരുമാനം എടുത്തു. അതിനോട് യോജിച്ച് നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഒരു വാക്ക് കൌൺസിൽ മീറ്റിംഗിന്റെ സമയത്ത് പാർട്ടി നേതൃത്വം ഓരോ കൌൺസിലറായിട്ട് ജയിച്ചു വന്നവരെയും വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും ഒരു മേയർ സ്ഥാനാർത്ഥി നിങ്ങളുടെ മനസ്സിലുണ്ടോ, അതോ പാർട്ടി നേതൃത്വം പറയുന്നത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി നേതൃത്വം പറയുന്നതെല്ലാം ഞാൻ അംഗീകരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പാർട്ടി നേതൃത്വം ഒരു മേയറുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് വേണ്ട. അതിനോടൊപ്പം ഞാൻ നിന്നു. ഞാൻ അന്ന് രാജേഷിന് ഷോൾ അണിയിച്ചു. നിങ്ങൾ കണ്ടതാണല്ലോ. ലഡ്ഡു കൊടുത്തു. ആശാനാഥിന് ഞാൻ ലഡ്ഡു കൊടുത്തു, മധുരം പങ്കുവച്ചു. ഞാൻ സന്തോഷമായി. പനിയായതുകൊണ്ട് പ്രതികരിക്കാൻ ശബ്ദമില്ലായിരുന്നതുകൊണ്ട് പ്രതികരിക്കാതെ പോയതാണ്. ഇന്നലെ ഞാൻ തെരഞ്ഞെടുപ്പിന്റെ മേയറിന്റെ സത്യപ്രതിജ്ഞ മുഴുവനും കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് എനിക്ക് ആന്റിബയോട്ടിക് കഴിക്കേണ്ട സമയമായി. പിന്നെ എനിക്ക് അടുത്തൊരു വീട്ടിലെ പാലുകാച്ചിന് പോകണമായിരുന്നു. എന്റെ ഭർത്താവ് റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാനുള്ള സമയം കണക്കിലെടുത്താണ് ഞാൻ 1:30 മണിക്ക് ഇറങ്ങിയാലേ 2:15 എനിക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 1:30 മണിക്ക് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഷോൾ അണിയിച്ച് പ്രസംഗമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങിപ്പോയത്. മീഡിയക്കാരാണ് അനാവശ്യമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ പാനിക് സൃഷ്ടിക്കുന്നത്. അതും വിവാദമാക്കി. നിങ്ങൾ എല്ലാം വിവാദമാക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ചെറിയ പ്രശ്നം ഇതുപോലെ വിവാദമാക്കരുത്. ഇനിയും വലിയ വലിയ കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ. നിങ്ങൾ എന്തിനാ ഇതിന്റെ പുറകെ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മളെ കോർപ്പറേഷൻ ആദ്യമായിട്ട് BJP പിടിച്ചെടുത്തതിന്റെ സന്തോഷത്തിലിരിക്കുമ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഒരു സൗഹൃദ സംഭാഷണം നിങ്ങൾ ഒരു വിവാദമാക്കി മാറ്റരുത് എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥനയുള്ളൂ. അങ്ങനെ ഒരു ജോലി ഉണ്ട്. എനിക്ക് സംതൃപ്തിയാണ്. ഞാൻ ഇവിടെ കൗൺസിലറായിട്ട് തന്നെ തുടരും. ഇവിടുത്തെ ജനങ്ങളാണ് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അവരെ സേവനം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം.
അതെനിക്ക് സത്യസന്ധമായിട്ടും കൃത്യനിർവഹണം വളരെ സന്തോഷമായിട്ടും നിർവഹിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ ഓഫീസ് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്കൊരു അതൃപ്തിയും അനിഷ്ടവും ഒന്നും ആരോടും ഇല്ല, നിങ്ങളോടും ഇല്ല, എല്ലാവരോടും സ്നേഹം മാത്രം. പ്രശാന്തിനോടും എനിക്കൊരു വിരോധവും ഇല്ല കേട്ടോ. വളരെയധികം സ്നേഹം ഇപ്പോഴും ഉണ്ട്. അനിയന്റെ സ്ഥാനം തന്നെയാണ് ഇപ്പോഴും. എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ. ഓഫീസ് ഉപയോഗിക്കും. ഞാൻ ഈ ബാത്റൂം ആണെങ്കിലും ഞാൻ ഇരിക്കും. എനിക്കിരിക്കണ്ടേ? അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇന്നല്ലാതെ. ശരി പോട്ടെ, എനിക്ക് വയ്യ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.